സീനിൽ നമ്മുടെ റുഖ്യ അവളാണെങ്കിൽ ഒരുപാട് ടെൻസ്ഡ് ആയിട്ട് അങ്ങനെ കിടക്കുകയാണ്. കാരണം അവളെക്കുറിച്ച് ഓൾറെഡി ഇപ്പൊ സോൾ സൊസൈറ്റിയിൽ ഒരു ടോക്ക് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവളെ അന്വേഷിച്ച് ഒരു സോൾ റീപ്പർ ഇവിടേക്ക് എത്തിയത്. മാത്രമല്ല അവൾക്കിപ്പോ പവർ ഇല്ല എന്നും അവളുടെ പവർ അത് ഇച്ചിഗോയ്ക്ക് കിട്ടിയെന്നും അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇച്ചിഗോ ആ പവർ ഉപയോഗിച്ച് ഇതിനോടകം ഒരുപാട് ഹോളോയെ നശിപ്പിച്ചു കഴിഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ സോൾ സൊസൈറ്റി അറിഞ്ഞിട്ടുണ്ടാവും. തീർച്ചയായിട്ടും എന്റെ മേലെ ആക്ഷൻ എടുക്കുമെന്നൊക്കെ ചിന്തിച്ച് അവൾ പേടിച്ചിരിക്കും. അതേസമയം തന്നെ ഹീറോ ലാസ്റ്റ് ടൈം കണ്ണാടി പയ്യനോടൊപ്പം ചേർന്ന് ആ ഒരു ജയന്റ് മോൺസ്റ്റർ ഹോളോയായിട്ട് ഫൈറ്റ് ചെയ്ത കാര്യവും അതും അവൾ ഓർക്കുകയാണ്. അവൾക്കാണെങ്കിൽ ഇപ്പോഴും ഒരു പേടി സ്വപ്നം തന്നെയാണ്. കാരണം ഇതുവരെ അവളുടെ ലൈഫിൽ അത്രയും പവറുള്ള ഒരു ഹോളോയെ അവൾ കണ്ടിട്ടില്ല. വെറും ഒരു ടെമ്പററി സോൾ റീപ്പറായ നിച്ചിഗോയ്ക്ക് അവനെ കൊണ്ട് അതിനെ തകർക്കാൻ സാധിച്ചു. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ ക്ലോൺ സോള് അതാണെങ്കിൽ ഇപ്പോ ഹീറോയോട് ദേഷ്യപ്പെടുകയാണ്. നീ ഇത് കണ്ടില്ലേ, നിന്റെ സിസ്റ്റേഴ്സ് അവർ രണ്ടുപേരും ചേർന്ന് എന്നെ ലേഡി ഗെറ്റപ്പിലേക്ക് മാറ്റി, എനിക്കിതൊന്നും തീരെ ഇഷ്ടാവുന്നില്ല എന്ന് പറഞ്ഞ് സോൾ ആണെങ്കിൽ അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വരികയാണ്. അതിനുശേഷം വീണ്ടും വേറെ വഴിയില്ലാതെ ആ ഡെയറിലേക്ക് തന്നെ പോയി അവൻ നൈസായിട്ട് ഹീറോയുടെ കണ്ണു വെട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങും. അതേസമയം ഹീറോ അവനാണെങ്കിൽ സ്കൂളിൽ പോവാൻ തയ്യാറായി കഴിഞ്ഞു. റുക്കിയ ആണെങ്കിൽ ആകെ ടയർഡായി ഹീറോയോട് പ്രത്യേകിച്ചൊന്നും പറയാതെ പുറത്തേക്ക് പോവും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത നമ്മുടെ ഡെയർ അതാണെങ്കിൽ പുറത്തൂടെ അങ്ങനെ ഹായ് ആയിട്ട് നടന്നു വരികയാണ്. അപ്പൊ ദൂരത്തുനിന്നായിട്ട് രണ്ട് ചുന്ദരി പെൺകുട്ടികൾ വരുന്നത് അവൻ കാണും. അവനാണെങ്കിൽ ഇപ്പൊ ഒന്നും അറിയാത്ത പോലെ നിലത്തങ്ങനെ കിടക്കുകയാണ്. അവനവനെ എടുത്തുകൊണ്ട് പോവും. അവനൊരു അടിപൊളി ലൈഫ് സെറ്റ് ആവുന്നൊക്കെ പ്രതീക്ഷയോട് കൂടെ അവൻ അങ്ങനെ അനങ്ങാതെ കിടക്കുകയാണ്. പക്ഷെ ആ ഗേൾസ് ആണെങ്കിൽ അവനെ ചവിട്ടി എറിഞ്ഞ് ഒരല്പം കരുണ പോലും കാണിക്കാതെ അങ്ങനെ ഹായ് ആയിട്ട് കടന്നു പോവും. വേദനയില് മോഡ്സോൾ ആണെങ്കിൽ നിലവിളിക്കും. അതിന്റെ ശബ്ദം കേട്ട് ആ പെൺകുട്ടികൾ ഷോക്കാവുകയാണ്. അവരിപ്പോ മോഡ്സോളിനെ എടുക്കാനായിട്ട് അവന്റെ അടുത്തേക്ക് വരും. പേടിച്ച നമ്മുടെ മോഡ്സോള് അത് ഉഷാറായിട്ട് അവിടുന്ന് ഓടുകയാണ്. കട്ട് ചെയ്ത ഒർഹിബ അവളാണെങ്കിൽ ഇപ്പൊ നടന്ന് റുക്കയുടെ അടുത്തേക്ക് വരും. അവർ രണ്ടുപേരും ഹീറോയെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ച് സ്കൂളിൽ ലക്ഷ്യാക്കി നടക്കുകയാണ്. അപ്പൊ അതേസമയം ലോങ് ഷോട്ടില് ഒരു പൂച്ച അതൊരു ബ്രിഡ്ജിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയും മുകളിലേക്ക് കയറിയൊക്കെ കളിച്ച് അവിടുന്ന് കടന്നു പോകും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഒർഹിബയും അവളുടെ ഫ്രണ്ട്സും അവരെല്ലാവരും ചേർന്ന് ഇപ്പോ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ് അവരെങ്ങനെ ചേർ ചെയ്യുമ്പോഴായിരിക്കും ദൂരത്തായിട്ടും മരക്കൊമ്പില് നമ്മുടെ കരടിക്കുട്ടൻ മോഡ്സോള് അവനാണെങ്കിൽ ഹാപ്പി ആയിട്ട് സന്തോഷത്തിൽ തുള്ളിച്ചാടുന്ന ഒർഹിബയെ തന്നെ നോക്കും. അവളുടെ ചില പ്രത്യേക ഭാവവും സ്റ്റൈലും ഒക്കെ കണ്ട നമ്മുടെ കരടിക്കുട്ടൻ അവനാണെങ്കിൽ അവളിലങ്ങനെ ഇംപ്രസ്ഡ് ആവുകയാണ്. നൈസായിട്ട് അവളെ വാഹി നോക്കി എന്റെ അടുത്ത ലക്ഷ്യം അത് ഒർഹിബയാണ്, എങ്ങനെയെങ്കിലും അവളെ ഇംപ്രസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് പോകാൻ അതങ്ങനെ റെഡിയായിട്ട് നിൽക്കും. അവനാണെങ്കിൽ ഒർഹിബയെ ലക്ഷ്യമാക്കി എടുത്തു ചാടും. അടുത്ത നിമിഷം ടാക്സുമി അവള് ബോള് ഒർഹിബയ്ക്ക് നേരെ തട്ടിത്തെറിപ്പിക്കുകയാണ്. ബോളാണെങ്കിൽ മോഡ്സോളിന് വന്ന് ഹിറ്റ് ചെയ്ത് ഇപ്പോ ഒർഹിബയ്ക്ക് നേരെ പാഞ്ഞടുക്കും. അവളാണെങ്കിൽ ഒന്നും നോക്കില്ല, കയ്യിലുള്ള സ്റ്റിക്ക് വെച്ച് ആ ഡീർ മോഡ്സോളിനെയും ബോളിനെയും അട്ടിച്ച് തെറിപ്പിക്കും. ബോളും ഡീറും അതങ്ങനെ സ്പിൻ ചെയ്ത് ദൂരേക്ക് പറന്നു പോവും. അപ്പൊ ദൂരത്തായിട്ട് നമ്മുടെ ഇച്ചിഗോ അവനൊരു ബോളൊക്കെ കയ്യിലേന്തി അവരുടെ കളിയൊക്കെ നോക്കി നിൽക്കുകയാണ്. അടുത്ത നിമിഷം ഒരു കൂട്ടുകാരൻ ഹീറോയുടെ ഒരു ഫ്രണ്ട് അവന്റെ ദേഹത്തേക്ക് ചാടിക്കയറി അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകും. അതിനുശേഷം ഹീറോയോട് പറയും, 2 ദിവസമായി ആ കണ്ണാടി പയ്യൻ സ്കൂളിലേക്ക് വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ അവനെ പുറത്തു വെച്ച് കണ്ടിരുന്നു. അത് മാത്രമല്ല 2 ദിവസം മുൻപ് ആ കണ്ണാടി പയ്യൻ അവനാണെങ്കിൽ പാർക്കിൽ വെച്ച് എന്തൊക്കെയോ ഭ്രാന്തമായി കാട്ടിക്കൂട്ടുന്നത് ഞാൻ കണ്ടു. അവന്റെ കൂടെ അവനെ പോലുള്ള വേറെ ആരൊക്കെയോ അവനോടൊപ്പം ആ പേക്കൂത്തൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു. അത് കേട്ട് ഹീറോ ആണെങ്കിൽ ഷോക്കാവാണ്. കാരണം അവരാ ഹോലോ അതുമായിട്ട് ഫൈറ്റ് ചെയ്ത കാര്യമാണ് ഇവര് പറയുന്നതെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവും. പക്ഷെ അവരാണെങ്കിൽ ഹീറോയെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ഹീറോ അവനാണെങ്കിൽ അവന്റെ ഫ്രണ്ട്സ് അവനെ മനസ്സിലാക്കാത്തതിൽ ദൈവത്തോട് നന്ദി പറയും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ റുഖ്യ അവളാണെങ്കിൽ ആകെ ടയർഡായി ക്ലാസ്സിലിരിക്കുകയാണ്. ടീച്ചറാണെങ്കിൽ ഭയങ്കര കാര്യമായിട്ട് ക്ലാസ് ഒക്കെ എടുക്കുമ്പോഴായിരിക്കും നമ്മുടെ കണ്ണാടി പയ്യൻ അവൻ ആടി കുടുങ്ങി ക്ലാസ്സിലേക്ക് വരിക. കൺട്രോൾ പോയ ടീച്ചറാണെങ്കിൽ ഇപ്പൊ അവനോട് ദേഷ്യപ്പെടുകയാണ്. യു ആർ അൺബിലീവബിൾ, നീ എന്ന് ഈ സ്കൂളിലേക്ക് വരാൻ തുടങ്ങിയോ അന്ന് മുതൽ നീ ലേറ്റ് ആയിട്ട് മാത്രമേ ക്ലാസ്സിലേക്ക് വരാറുള്ളൂ. മാത്രമല്ല ഒരു കാര്യം പോലും നീ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ ഒത്തിരി വഴക്കൊക്കെ പറഞ്ഞ് ക്ലാസ്സിലേക്ക് കയറ്റുകയാണ്. ഉടനെ ഹീറോ ആണെങ്കിൽ കണ്ണാടിപ്പയ്യനെ കണ്ട് അവന്റെ കൈകളിലേക്കൊക്കെ നോക്കും. കയ്യിലൊക്കെ ഒരുപാട് മുറിവുകളൊക്കെ സംഭവിച്ച് ബാൻഡേഡ് ഇട്ടിരിക്കുകയാണ്.
ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് കുറച്ച് വിഷമമൊക്കെ തോന്നും. അതിന് റുഖ്യ പറയും അതവൻ ചോദിച്ചു വാങ്ങിയതാണ്, നീ അതൊന്നും കണ്ട് പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറയും. അതിനുശേഷം ഇന്റർവെല്ലാവുമ്പോൾ നമ്മുടെ ഹീറോ അവൻ കണ്ണാടിപ്പയ്യന്റെ അടുത്തേക്ക് വരും. ക്യാൻറ്റീനിലിരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് ഹീറോ അവനെ നിർബന്ധിക്കുകയാണ്. ആദ്യം അവൻ അതിന് കൂട്ടാക്കില്ല. പക്ഷേ ഹീറോയുടെ നിർബന്ധം സഹിക്ക വയ്യാതെ അവൻ ഓക്കെ പറയും. പക്ഷെ ഫുൾ ചെലവ് അത് നിന്റെ വക എന്ന് പറഞ്ഞ് അവൻ ഹീറോയുടെ കൂടെ വരികയാണ്. അത് കേട്ട ഹീറോ ആണെങ്കിൽ ഷോക്കായി അങ്ങനെ കരയാനായിട്ട് തുടങ്ങും. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ റുഖയെ കാണിക്കും. അവളാണെങ്കിൽ ഒരു മരക്കമ്പിലൊക്കെ കയറിയിരുന്ന് എന്തോ അഗാധമായിട്ട് ചിന്തിക്കുകയാണ്. അവളുടെ മനസ്സിനെ അലട്ടുന്നത് ആ സോൾ സൊസൈറ്റിയാണ്. അവിടെ ഓൾറെഡി എന്നെ കുറിച്ച് പല സംശയങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോ ഉള്ളിലെ തെറ്റിദ്ധാരണ അത് ഇരട്ടിച്ചിട്ടുണ്ടാവും. ഞാൻ വെറുതെ ഇവിടെ അലഞ്ഞു നടക്കുകയാണെന്നും എന്റെ പവർ അതെനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് ദാനമായി കൊടുത്തെന്നും ഞാനൊരു പയ്യന്റെ പിന്നാലെ വെറുതെ ചുറ്റി നടക്കുകയാണെന്നൊക്കെയുള്ള ചിന്തകള് അല്ലെങ്കിൽ ന്യൂസുകൾ അതിപ്പോ അവിടെ എത്തിയിട്ടുണ്ടാവും. എനിക്ക് അവിടേക്ക് തിരികെ ചെല്ലാനായിട്ട് കഴിയോ? ഞാൻ അവിടേക്ക് തിരികെ പോയാലും അവരെന്നെ പഴയതുപോലെ ആക്സെപ്റ്റ് ചെയ്യോ? എന്റെ പഴയ പവറുകൾ അതെനിക്ക് തിരിച്ചു കിട്ടുമെന്നൊക്കെ ചിന്തിച്ച് അവളങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ആ സമയം അവളുടെ ഫ്രണ്ട്സ് അവിടേക്ക് വന്ന് അവളെ ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കുകയാണ്. പക്ഷെ റുക്കിയാണെങ്കിൽ ഒട്ടും മൂടില്ലാതെ അവിടെ തന്നെ ഇരിക്കും. മറ്റൊരു ഭാഗത്ത് ആറയുടെ ആ ഒരു ഷോപ്പ് കാണിക്കുകയാണ്. അവിടെയാണെങ്കിൽ എപ്പോഴത്തേതും പോലെ ആ കുഞ്ഞിപ്പെണ്ണും പയ്യനും അവർ രണ്ടുപേരും 50 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ തർക്കം. അതേസമയം നമ്മൾ എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ കണ്ട ആ ഒരു കറുത്ത പൂച്ച അങ്ങനെ മന്ദം നടന്ന് ഷോപ്പിന്റെ മുൻപിലേക്ക് വരും. ആ പൂച്ചയെ കാണേണ്ട താമസം ഷോപ്പ് ഓണർ ആള് പുറത്തേക്ക് ഓടി വരികയാണ്. ഒത്തിരി സന്തോഷത്തില് ആൾ ആ പൂച്ചയെ അങ്ങനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിക്കും. ആ പൂച്ച ആളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ കണ്ണാടി പയ്യനും നമ്മുടെ ഇച്ചികോയും മുടിയനും അങ്ങനെ എല്ലാവരും ചേർന്ന് ഹാപ്പി ആയിട്ട് ഫുഡ് കഴിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് റുഖ്യ ടീം അവരും ഇപ്പോ എന്തൊക്കെയോ കുശലമൊക്കെ പറഞ്ഞ് ഭക്ഷണം അങ്ങനെ കഴിക്കും. ഉടനെ ഒരു പെൺകുട്ടിയാണെങ്കിൽ റുഖ്യയോട് ചോദിക്കും, ആക്ച്വലി നീയും ഇച്ചികോയും നിങ്ങൾ രണ്ടുപേരും കപ്പിൾസ് ആണോ? നിനക്ക് അവനോട് കുറച്ച് ഇഷ്ടമൊക്കെ ഉണ്ടോ? അത് കേട്ട് അവൾ ഷോക്കാവും. അയ്യോ ഇല്ല, സത്യത്തില് ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. നിങ്ങൾ കരുതും പോലെ ഞങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവൾ അവിടുന്ന് എങ്ങനെയൊക്കെയോ എസ്കേപ്പ് ആവുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ മോഡ്സോൾ കരടിക്കുട്ടൻ അതാണെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഇപ്പൊ ഉറഹറ ഷോപ്പിലേക്ക് വരും. അതിനുശേഷം നമ്മുടെ ഇച്ചികോയ്ക്ക് ഒരു പണി കൊടുക്കാനായി അവിടുന്ന് എന്തെങ്കിലും ഡിവൈസ് എടുക്കാൻ പറ്റുമെന്ന് അവൻ ശ്രമിക്കുകയാണ്. പക്ഷേ ആ രണ്ട് കുട്ടികൾ അവരാണെങ്കിൽ കറക്റ്റ് ആയിട്ട് അവനെ പൊക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ റുഖ്യ അവളാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഹീറോയുടെ അടുത്തേക്ക് വരും. ഹീറോയ്ക്കാണെങ്കിൽ അവളെ കാണുമ്പോൾ തന്നെ ടെൻഷൻ ആവും. എന്തു പറ്റിയ റുഖ്യ, നിന്റെ ഡിവൈസിൽ വീണ്ടും ഏതെങ്കിലും ഹോളോയുടെ സിഗ്നൽ അത് ലഭിച്ചോ? അതിനവള് പറയും, ഇല്ല, എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട് എന്നവൾ പറയുമ്പോഴേക്കും നമ്മുടെ മോഡ്സോൾ കരടിക്കുട്ടൻ അതാണെങ്കിൽ ഓടി വരികയാണ്. അത് ഓടി വന്ന് റുഖ്യ ഹഗ് ചെയ്യും. ഐ എം സോറി, ദയവ് ചെയ്ത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളുടെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ഉടനെ ഹീറോ ആണെങ്കിൽ അതിനെ സമാധാനിപ്പിച്ച് കണ്ണാടി പയ്യന്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ അടിപൊളിയായി അതിനെ സ്റ്റിച്ച് ചെയ്ത് ഒരു ലേഡി ഡോളാക്കി മാറ്റുകയാണ്. കട്ട് ചെയ്താ ഇവിടെ ആ പൂച്ച അതാണെങ്കിൽ മിൽക്കൊക്കെ കുടിച്ചു കഴിഞ്ഞ് ആ ഷോപ്പ് ഓണർ ഉറഹറയോട് പറയും, ഇനിയും എത്ര കാലം നീ ഈ ഡ്രാമ തുടരും? ഇതുപോലെ നിനക്ക് ഇനിയും മുൻപോട്ട് പോകാനാവില്ല. അത് കേട്ട ആ ഷോപ്പ് ഓണർ ആളങ്ങനെ തല താഴ്ത്തി നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഹീറോ ആണെങ്കിൽ റുക്കിയയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ആയിട്ട് റൂമിലേക്ക് വരും. പക്ഷെ റുക്കിയാണെങ്കിൽ ഇപ്പൊ റൂമിൽ കാണാനില്ല. അവൻ ദൂരത്തായിട്ട് ഒരു ടേബിളിൽ ഒരു ലെറ്റർ കാണും. അവൻ ആ ലെറ്റർ എടുത്ത് വായിച്ചു നോക്കും. അതില് അവൾ എഴുതിയ ഒരു ചെറിയ നോട്ടുണ്ട്. എനിക്ക് ഇത്രയും കാലവും നീ ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നു, ഇതിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട് എന്നായിരിക്കും അതിൽ എഴുതിയിട്ടുണ്ടാവുക. അത് വായിച്ച് നമ്മുടെ ഹീറോ അവൻ ഷോക്ക് ആവുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.